ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ചില പ്രഖ്യാപനങ്ങളും ഭീഷണികളും മുന്നറിയിപ്പുമായിരുന്നു ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്തിലൂടെ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഇറാന് വലിയ രീതിയിലെ താക്കീതും മുന്നറിയിപ്പും നൽകിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞു. അത് നടപ്പിലാകാൻ പോവുകയാണ് ഇന്നത്തെ രാത്രി, അഥവാ ഇന്നലത്തെ രാത്രി നടപ്പിലാകാൻ പോവുകയാണ് എന്ന തരത്തിൽ. അതിൽ പ്രാധാന്യമായി കുറിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: ഇറാന്റെ നാഗരികത തകർക്കും, ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം സർവനാശങ്ങൾ അവിടെ വിതക്കും. ഭൂമിയിൽ നിന്ന് ഇറാൻ അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അവസരങ്ങളുണ്ട്. അവസരത്തിൽ ഇളവ് നൽകുകയാണെങ്കിൽ തങ്ങൾ അതിന് തയ്യാറാണ്, അല്ലെങ്കിൽ ഈ നിലപാടിന് മാറ്റം വരുത്താൻ തയ്യാറാണ് എന്നുകൂടി പറഞ്ഞു വെച്ചു. അതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നു. അതോടുകൂടിയാണ് ട്രംപ് അയഞ്ഞത്. ട്രംപ് ഒടുവിൽ കത്തി താഴെ വെച്ചത്. ഇസ്രായേൽ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. നാഗരിക സംസ്കാരത്തിന് നേരെ വെടിവെക്കുന്ന സമയത്ത് നിങ്ങൾ ടോർച്ചെടുത്ത് തെരഞ്ഞാൽ പോലും കാണാത്ത വിധം ഇസ്രായേലിനെ തങ്ങൾ നാട് നീക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ അങ്ങനെ തെരഞ്ഞു നടക്കേണ്ടതില്ല. 947 കാലഘട്ടത്തിൽ എവിടെയായിരുന്നോ ഇസ്രായേൽ ഉണ്ടായിരുന്നത്, സമാനമായ സ്ഥിതിയിലേക്ക് വരും. ഫലസ്തീൻ ദേശമായിട്ട് അത് മടങ്ങുന്ന രീതിയിലുള്ള കഠിനമായിരിക്കുന്ന ശിക്ഷ ഇസ്രായേലിൻ്റെ മേൽ പെയ്തിറങ്ങും എന്ന മറുപടി പറഞ്ഞു. പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ രീതിയിൽ അയഞ്ഞു. കാരണം ഇസ്രായേലിനെ തൊടുന്ന സമയത്ത് അമേരിക്കയ്ക്ക് പൊള്ളും, സ്വാഭാവികമാണ്. ആ രീതിയിലാണ് പിന്നീട് നടന്ന ചർച്ചകൾ. പാകിസ്ഥാൻ ഈ ചർച്ചയിൽ പ്രധാനമായിരിക്കുന്ന കക്ഷിയായിട്ട് ചേർത്താൻ വേണ്ടിയിട്ട് വീണ്ടും ട്രംപ് തീരുമാനിച്ചു. അതിൽ ഇടപെടാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം ഇറാന് വേണ്ടി, ഇറാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചൈന സംസാരിച്ചു. രണ്ട് തരത്തിലേക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിൽ ചില നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. 14 ദിവസ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അതിന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് തങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ തുടരുകയാണ്. 1, ഹോർമുസ് തുറക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ചുങ്കം ഞങ്ങൾ പിരിക്കും, അതിലിടപെടാൻ അമേരിക്കയ്ക്ക് അവകാശമില്ല. ഹോർമുസിന്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഞങ്ങളുടേതാണ്, സുരക്ഷാ സംവിധാനം അടക്കം. പക്ഷേ ചുങ്കവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ തങ്ങളത് ചെയ്തിരിക്കും. രണ്ടാമത്തെ പറഞ്ഞ ലബനാനിൽ നിന്നുള്ള ആക്രമണം അപ്പാടെ അവസാനിപ്പിക്കണം, അവിടെ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം. അത് ഇസ്രായേലിൻ്റെ നെഞ്ചത്തേക്ക് കുത്തുന്നതിന് തുല്യമായിരുന്നു. ഏറ്റവും ലളിതമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മേഖലയാണ് ലെബനാന്റെ അതിർത്തി മേഖല. ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യം ലെബനാന്റെ അതിർത്തിയിലുണ്ട്, ലെബനാന്റെ പ്രദേശത്തിൻ്റെ അകത്തുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അവരെ അപ്പാടെ എന്ത് ചെയ്യണം? പുറത്താക്കണം. ലെബനാൻ നേരെയുള്ള ആക്രമണം ഉപാധി വെച്ചിരിക്കുകയാണ് ഇറാൻ. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് മുൻപിൽ ഉപാധി വെച്ചത്. മൂന്നാമത്തത്, ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സാന്നിധ്യം അവസാനിപ്പിക്കണം. കാര്യം, അവിടെ നിന്നാണ് ഇറാന് നേരെ ആക്രമണം വരുന്നത്. അവിടെ നിന്നാണ് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും, അതായത് നിരീക്ഷണ പറക്കലടക്കമുള്ള സംവിധാനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതും അതിൻ്റെ ഒടുക്കം വരുന്നതെല്ലാം ഈ പറയപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതവിടെ നിന്ന് ഒഴിവാക്കണം. മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കൾ വിട്ടു നൽകണം. വ്യത്യസ്ത കാലങ്ങളിലും സാധ്യത, അതായത് 40 വർഷത്തോളമായി 979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധം ഇറാനില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുറത്ത് മറ്റു പല രാജ്യങ്ങളിലുള്ള ഇറാന്റെ ഡെപ്പോസിറ്റുകൾ, സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മരവിപ്പിച്ച് നിർത്തുക, അതല്ലെങ്കിൽ ആ രാജ്യത്തിന് ഭീഷണിപ്പെടുത്തുക എന്നുള്ള എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുന്നതാണ്. ആ കച്ചവടം നിർത്തണം, സ്വത്തുക്കൾ വിട്ടു നൽകണം. അത് ഒരുപാട് സ്വത്ത് വിവരത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇറാനെതിരെയുള്ള ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം. അമേരിക്ക എല്ലാ കാലത്തും UN തെറ്റിദ്ധരിപ്പിച്ചും അല്ലാത്ത രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇറാന് നേരെ ഉപരോധം നടത്തി വരുന്നു. ഉപരോധമാകുന്ന സമയത്ത് പിന്നെ സാമ്പത്തികപരമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. കയറ്റുമതി ഇറക്കുമതിന് അത് ബാധിക്കും, പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് അത് ബാധിക്കും. അങ്ങനെ സാരമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നത് ഈ ഉപരോധം മൂലമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല തകരാനും രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടിയാനൊക്കെ ഇത് വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം സാമ്പത്തികപരമായിട്ട് തകർച്ചയിലേക്ക് എത്തുന്നതും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് അത് ഇല്ലാതാക്കണം.
നഷ്ടപരിഹാരം നൽകണം. അതാണ് അടുത്ത വ്യവസ്ഥയായിട്ട് പറയുന്നത്. നഷ്ടപരിഹാരം എന്ന് പറയുന്ന സമയത്ത് യുദ്ധവും അതിൻ്റെ കെടുതികളും അതിൻ്റെ പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും എല്ലാം ഞങ്ങളുടെ രാജ്യത്തിന് നേരെ 2025 കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരം തരണം. അത് അങ്ങനെ തന്നെ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം കരാർ വ്യവസ്ഥയായി UN കൗൺസിലിന് മുൻപിൽ വെക്കുകയും ചർച്ച ചെയ്യുകയും തീരുമാനമുണ്ടാക്കുകയും ചെയ്യണം. അതിനവർ പറഞ്ഞ ഒരു കാര്യം കൂടി അതിനോട് അനുബന്ധിച്ചുണ്ട്. 2ാം ലോക യുദ്ധത്തിൽ ജൂത വംശഹത്യ നടന്നു ജർമ്മനിയിൽ. അപ്പോൾ ഈ അഡോൾഫ് ഹിറ്റ്ലറാണ് കൂട്ടക്കൊല ചെയ്ത് പിന്നെ 1948 1945 2ാം ലോക യുദ്ധം കഴിഞ്ഞു. ജർമ്മനി പരാജയപ്പെട്ടു. ഇവരൊക്കെ ഇങ്ങനെ ഈ രാജ്യം വിട്ടു പോകേണ്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ എല്ലാം കൂടിയാണ് ഫലസ്തീൻ അടിഞ്ഞുകൂടിയെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം ബ്രിട്ടനാണ് അവർക്ക് അഭയം നൽകിയത്. അഭയം നൽകുക വെച്ചാൽ ഈ ഫലസ്തീൻ്റെ ഭൂപ്രദേശം എടുത്തുകൊണ്ട് അവർക്ക് നൽകുന്നു. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും തൊഴിലായിട്ടുള്ള ഇടങ്ങൾ നടന്നുകൊണ്ട് സുരക്ഷിതത്വം നൽകുകയും ചെയ്തു. അവിടെ നിന്ന് അവർ UN സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യത്തെ നിയമിച്ചു. ബ്രിട്ടനാണെന്ന് പറയുന്നത് മറ്റു രാജ്യത്തിൻ്റെ പേരും പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം. ജർമ്മനിയോടാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ വംശീയതയും ഞങ്ങളുടെ സംസ്കാരത്തെയും ഇല്ലാതാക്കിയിരിക്കുന്നു ജർമ്മനി. ഹിറ്റ്ലർ അപ്പം തന്നെ ആത്മഹത്യ ചെയ്ത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നഷ്ടപരിഹാരം തരണം. ഈ നഷ്ടപരിഹാരം UN സഭ പാസ്സാക്കിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സാമ്പത്തികപരമായ രീതിയിലുള്ള തകർച്ച ആ സമൂഹത്തിനുണ്ടായ സമയത്ത് നഷ്ടപരിഹാരം വകവെച്ച് നൽകിയ UN ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന വിഷയത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് ന്യായമായിരിക്കുന്ന അവകാശമാണ്, അത് തരണം എന്നുള്ള കാര്യമാണ് ഇറാൻ പറഞ്ഞത്. അത് UN സഭയിലെ ചർച്ചയോടനുബന്ധിച്ച് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു നിലപാടുണ്ട്. ഇവിടെ മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ സൂചന അമേരിക്കയുടെ ഭാഗത്ത് നൽകി. ഏറ്റവും പ്രഹരം കൂടിയ ആയുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കും. ചില ഭാഗത്തുനിന്ന് അത് ആണവായുധമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആണവായുധമല്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്തു. പക്ഷേ അമേരിക്കയാണ് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവർ ആണവായുധം അല്ല എന്ന് പറഞ്ഞ് ആണവായുധം കൊണ്ടിടുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ദുരന്തം അല്ലെങ്കിൽ വിഷയത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സമാനമായിരിക്കുന്ന സ്ഥിതികളും സംഭവങ്ങളും ഒക്കെ തങ്ങൾക്ക് നൽകാനും ആളുണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് പ്രയോഗിക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ. ആ തരത്തിലുള്ളൊരു പരാമർശം ഇറാൻ്റെ ഭാഗത്തുനിന്ന് അനൗദ്യോഗികമായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ. ഒന്നുകിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്, അതല്ലെങ്കിൽ ആണവായുധം പെട്ടെന്ന് നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാന കാര്യങ്ങൾ ഒത്തിരിക്കുന്നു. അത് രണ്ടും അല്ലെങ്കിൽ മറ്റേതോ രാജ്യങ്ങൾ ഇറാന് ആണവായുധ സഹായങ്ങൾ നൽകും. അത് പ്രയോഗിക്കാൻ ഇറാന് ഭൂമികയുണ്ട്, അത് ഇസ്രായേലാണ്. ഇത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. അവർ പരീക്ഷിക്കപ്പെട്ട എല്ലാ ആയുധങ്ങളും ഇസ്രായേലിൻ്റെ നെഞ്ചത്താണ്. അതിലെല്ലാം അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പറഞ്ഞ ആദ്യഘട്ടത്തിൽ പറയപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ അപ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗ് പോലും കാണാത്ത വിധം നാഗരിക സംസ്കാരത്തിൻ്റെ അവസാനം കുറിക്കുന്നതിന് മുൻപായിട്ട് തങ്ങളത് തുടച്ച് നീക്കപ്പെടുന്നതാണ്. അതിനുള്ള സായുധ സംവിധാനങ്ങളും അത് ഉപയോഗിക്കാൻ പറ്റിയ കരുത്തരായിരിക്കുന്ന സൈനിക ശേഷിയുമുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ. അത് തങ്ങൾ പ്രയോഗിക്കും എന്നാണ് പറഞ്ഞു വെച്ചത്. അതോടൊപ്പം ഇറാൻ്റെ വ്യത്യസ്ത മേഖലയിൽ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് പ്രതിരോധമുണ്ടാക്കുന്ന സംവിധാനം ചെയ്തു. ഞാനടക്കം. അത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ് ആ കാര്യം പറഞ്ഞത്. ഞാനടക്കം രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ ഒന്നിക്കുകയാണ്. തങ്ങളുടെ പാലവും വൈദ്യുത നിലയും അടക്കമുള്ള ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയ്ക്ക് നേരെ അമേരിക്ക ആക്രമിക്കുക എന്ന സമയത്ത് പാലം മാത്രമല്ല, അവിടെ ജനങ്ങളും മരിക്കട്ടെ, ഞാനടക്കമുള്ളവർ മരിക്കട്ടെ. കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ പാലങ്ങളും ഈ വൈദ്യുത നിലയങ്ങളും സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതായത് രാജ്യത്തിന് സമൃദ്ധമാകാൻ വേണ്ടിയും ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയും തങ്ങൾ നിർമ്മിക്കപ്പെട്ട എല്ലാ സേവന പ്രക്രിയകളും സംവിധാനങ്ങളും തങ്ങളുടെ ജീവൻ തുടിക്കുന്ന ഉപായങ്ങളാണ്, അടയാളങ്ങളാണ്. അങ്ങനെ ഒരുമിച്ചാണ് ഇല്ലാതാവുകയാണെങ്കിൽ ഒരുമിച്ചില്ലാതാകട്ടെ എന്നുള്ള പ്രയോഗം കൂടി അദ്ദേഹം നടത്തും. ലോകാടിസ്ഥാനത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി അമേരിക്ക ഇറാനെ സഹായിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പറയുന്നത് ഇങ്ങനെയാണ്,
തുറക്കപ്പെട്ട തുറന്നു കിടന്ന ഓർമുസ് കടൽ അത് ഒരു അന്താരാഷ്ട്ര പാത പോലെയോ പ്രശ്നമില്ലാത്ത ഒരു ഏരിയ പോലെയായിരുന്നു ഇത്രയും കാലം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്നതോട് കൂടിയിട്ട് അവിടെ ചുങ്കം പിരിക്കാനുള്ള അനുമതി ഇറാന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്നു. അതിന് അമേരിക്കക്ക് എതിർക്കാൻ പറ്റാത്ത വിധം അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇറാൻ ആക്കിയതോടുകൂടി ഇറാൻ അതിൽ വിജയിച്ചു. ഇപ്പോൾ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഓർമുസ് പാത തുറക്കും, പക്ഷേ ചുങ്കം പിരിക്കും. പണം തന്നിട്ട് പോയാൽ മതി എന്നുള്ളത് ചുരുക്കം. അത് അമേരിക്കയുടെ കപ്പലിനും അത് ബാധകമാണ് എന്നൊരു പ്രത്യേകത ഉണ്ട്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അവർ ചില ഈ യമനുമായിട്ടൊരു കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: തങ്ങൾക്ക് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ പോകുന്ന സമയത്ത് ആക്രമിക്കാൻ പാടില്ല, പകരം യമനിൽ കയറി തങ്ങൾ ആക്രമിക്കുകയില്ല. ഇതായിരുന്നു ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അമേരിക്കൻ കപ്പലിൽ ഒരു സ്വതന്ത്രമായിരിക്കുന്ന പാത അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി യമന് വന്നു. എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം ഒരാക്രമണം യമന് നേരെ ഉണ്ടാവാത്തൊരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി യമന് സാധിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിടെ അമേരിക്ക പരാജയപ്പെടുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പാതയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ അവകാശം വരികയും അത് പിന്നീട് ടോളായിട്ട് മാറുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇവിടെ വന്നിരിക്കുന്ന സമയം ഓർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചം ഇറാനാണ്. ഇതിനൊരു സമയപരിധി ഇല്ല എന്നുള്ളതാണ്. ഇത്ര കാലം ചുങ്കം പിരിക്കാം, അങ്ങനൊരു സമയപരിധി ഇല്ല. അത്രയും കാലം ചുങ്കം പിരിക്കാൻ ഒരു സമയപരിധി വെക്കാനും അമേരിക്കക്ക് അധികാരമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇറാൻ്റെ ഭൂമികയാണ് എന്ന് തത്വത്തിൽ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഈ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന വിഷയമായിട്ട് നിലനിൽക്കുന്നത്.